ഏറ്റുമാനൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റുമാനൂരാണ് കോട്ടയം ജില്ലയിൽ CPM-നുള്ള ഏക മണ്ഡലം എന്ന് മാത്രമല്ല CPM-ൻ്റെ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി VN വാസവൻ്റെ മണ്ഡലം കൂടിയാണ്. ആ നിലയിൽ ഏറ്റുമാനൂരിൻ്റെ മത്സരത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. അത് പിന്നെ വാസവൻ അവിടെ VN വാസവൻ അവിടെ സിറ്റിംഗ് MLA ആണെങ്കിലും അത് LDF-ന് സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലും അതിനു മുമ്പ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷനിലും UDF-നാണ് നേരിയ വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും UDF-ന് നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ UDF-ന് അവിടെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടാതെ ഏറ്റുമാനൂർ നഗരസഭയും 3 പഞ്ചായത്തുകളും UDF-ആണ് ഭരിക്കുന്നത്. CPM-ൻ്റെ ഉള്ളത് സ്ഥിരമായി CPM-ൻ്റെ തട്ടകമായ തിരുവാർപ്പ് മാത്രമാണുള്ളത്. അത് കൂടാതെ ഉള്ളത് ഒരു UDF-ന് നഷ്ടപ്പെട്ട ഒരു ഐമനം പഞ്ചായത്ത് ഭരിക്കുന്നതായിട്ട് NDA BJP-യാണ്. അപ്പോൾ എല്ലാ നിലയിലും കടുത്ത മത്സരമാണ്, കടുത്ത വെല്ലുവിളിയാണ് ഒരു മന്ത്രിസഭ അംഗമായ VN വാസവൻ അവിടെ നേരിടുന്നത്. മറുഭാഗത്ത് അത് സ്ഥിരമായി കേരള കോൺഗ്രസിൻ്റെ ഒരു തട്ടകമായി കൽപ്പിക്കപ്പെട്ടിരുന്ന ദീർഘകാലമായി കേരള കോൺഗ്രസിൻ്റെ MLA-മാർ മത്സരിച്ച് ജയിച്ചു വന്ന ആ സ്ഥലം ഇത്തവണ കോൺഗ്രസ് UDF ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചു മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അവിടെ മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. അവിടെ മത്സരത്തിന് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് DCC പ്രസിഡൻ്റായ നാട്ടക സുരേഷാണ്. നാട്ടക സുരേഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ നാട്ടക സുരേഷ് ഏതാണ്ട് 15 വർഷത്തോളം നാട്ടകം പഞ്ചായത്ത് മെമ്പറായിരുന്നു. 5 വർഷം നാട്ടകം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അതുകൂടാതെ അദ്ദേഹം വിദ്യാർത്ഥി യൂണിയനിലൂടെ KSUവിലൂടെ പ്രവർത്തിച്ചു, യൂത്ത് കോൺഗ്രസ്സിലൂടെ പ്രവർത്തിച്ചു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി, കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിച്ച ശേഷമാണ് ഇപ്പോൾ DCC പ്രസിഡൻ്റായിട്ട് നിലവിൽ ഉത്തരവാദിത്വം വഹിക്കുന്നത്. മാത്രമല്ല ഒരു ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലനായ ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടെ ദീർഘകാലം പ്രവർത്തിച്ച MLA ആയിരുന്ന ഏതാണ്ട് 1991 മുതൽ 2011 വരെ 2 ദശാബ്ദം UDF-ൻ്റെ MLA ആയിരുന്നത് ശ്രീ തോമസ് ചാഴികാടനാണ്. അദ്ദേഹം ഇപ്പോൾ LDF-ൻ്റെ കൂടെയാണ്. കേരള കോൺഗ്രസ് M-ൻ്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ LDF-ൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഈ കേരള കോൺഗ്രസിൻ്റെ സ്ഥിരമായ വിജയത്തെ മറികടക്കാൻ വേണ്ടി 2011 CPM അവിടെ മത്സരിപ്പിക്കുന്നത് സുരേഷ് കുറുപ്പാണ്. 1980 അവിടെ വൈക്കം വിശ്വൻ ഒരു തവണ വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പിന്നീട് പരാജയപ്പെട്ടു. പിന്നീട് അത് സ്ഥിരമായി UDF ജയിച്ചു പോന്നു. 2011 സുരേഷ് കുറുപ്പിനെ അവിടെ പരീക്ഷിക്കുകയും സുരേഷ് കുറുപ്പ് അവിടെ 2 തവണ 2011 2016 അവിടെ നിന്ന് ഏറ്റുമാനൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. 2021 VN വാസവൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ UDF നിർത്തിയത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പ്രിൻസ് ലൂക്കോസ് ആയിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഇടയ്ക്ക് സമീപകാലത്ത് മരണപ്പെട്ടു. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹമായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്നത്. പിന്നെയുള്ളത് NDAയുടെ കാര്യം പറഞ്ഞാൽ NDA എന്തുകൊണ്ടോ അവിടെ ഒരു സാന്നിധ്യമില്ലാത്ത 2020 ആ സീറ്റ് ഏറ്റുമാനൂർ കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവിടെ ഏതാണ്ട് 11,000-ലധികം വോട്ട് അവിടെ BJP നേടിയതാണ്. ആ സീറ്റ് BJP എടുക്കാതെ അത് കേരളത്തിലെ വിവാദപരമായി 19 സീറ്റുകൾ 2020 കൊടുത്ത കൂടെ ഏറ്റുമാനൂരുമുണ്ട്. അപ്പോൾ ഏറ്റുമാനൂർ ഈ വോട്ടുകൾ
BJPയുടെ വോട്ടുകൾ ആർക്ക് കിട്ടും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. രാഷ്ട്രീയമായി ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ, ലോക്സഭ ഇലക്ഷനിലെയും വിജയമൊക്കെ UDFന് അനുകൂലമായിരുന്നു എന്ന് പറയുമ്പോഴും ഈ ഏറ്റുമാനൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ BJPക്ക് NDA എന്ന് പറയുമ്പോൾ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. അല്പസ്വല്പം സ്വാധീനം BDJSന് കുമരകം, തിരുവാർപ്പ് മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും NDAയുടെ വോട്ട് നിർണായകമാണ്. NDAയുടെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥി ആതിര D നായർ എന്ന കുട്ടിയാണ്. ആ പെൺകുട്ടി അവരെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സ്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രമാത്രം വോട്ട് BJPയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ രാഷ്ട്രീയമായ വോട്ടുകൾ കിട്ടും എന്നുള്ളത് ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർ ഒരു BJPയുടെ തന്നെ ഒരു ശക്തനായ കാൻഡിഡേറ്റ് ഇല്ലാത്തതിനാൽ ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ BJPയുടെ ഭാഗത്തു നിന്ന് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് നിർണായകമാണ്. അതോ ഇങ്ങനെ ഭരണവിരുദ്ധ വോട്ടുകൾ എന്ന നിലയിൽ അത് UDFന് പോകുമോ, അതോ എന്തെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് ഭരണമുന്നണിക്ക് കിട്ടുമോ എന്നൊക്കെ വളരെ നിർണായകമാണ്. ഇവിടെ ഒരു പ്രസക്തമായ ഒരു കാര്യം, നമ്മൾക്ക് എന്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും VN വാസവൻ എന്ന കാൻഡിഡേറ്റിനെ നമുക്ക് ചെറുതായി കാണാൻ ആവില്ല. ഈ മന്ത്രിസഭയിൽ തന്നെ ഏതാനും പ്രധാന മന്ത്രിമാരിൽ, മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള മന്ത്രിമാരിൽ ഒരാളാണ് എന്നത് മാത്രമല്ല, കേരളത്തിലെ CPMൻ്റെ നേതാക്കളിൽ വളരെ ഏറ്റവും മികച്ച സംഘാടകരിൽ ഒരാളാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം മത്സരിച്ചപ്പോഴാണ് കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഉമ്മൻചാണ്ടിയെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. അത് 2 തവണ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. കോട്ടയത്തു നിന്ന് ഒരു തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത്തെ തവണ അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പരാജയപ്പെടുന്നത് 700 വോട്ടുകൾക്ക് മാത്രം, 711 വോട്ടുകൾക്ക് മാത്രമാണ് വാസവൻ പരാജയപ്പെട്ടത്. അപ്പോൾ ആ നിലയിലെല്ലാം ജില്ലയിലാകെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു, CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഒക്കെ മികച്ച സംഘാടകനായ അദ്ദേഹം കഴിഞ്ഞ 5 വർഷം മന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ ചെലുത്തിയ സ്വാധീനം. പിന്നെ ആ മണ്ഡലത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് വന്നിട്ടുള്ള എന്ത് വികസന പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം പുലർത്തുന്ന ഒരു സിറ്റിംഗ് MLA ആയിരുന്നു ശ്രീ VN വാസവൻ. അപ്പോൾ മറുഭാഗത്തിന് അവർക്കും ചില വിമർശനങ്ങളുണ്ട്. അവർ ഇപ്പോൾ വളരെ ആ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് കുമരകം വഴിയുള്ള പോകുമ്പോഴുള്ള കോണത്താറ്റ് പാലം, ആ പാലത്തിൻ്റെ പണി ദീർഘകാലം നീണ്ടുപോയത്, പിന്നെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ഒരുപാട് നെൽകർഷകരുള്ള സ്ഥലമാണ്. ആ അവരുടെ നെല്ലെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില സ്വാഭാവികമായും ഭരണത്തോട് വിരുദ്ധ മനോഭാവം വരാവുന്ന ചില കാരണങ്ങൾ അത് UDFും എടുത്തു കാണിക്കുന്നുണ്ട്. ഏതായാലും ജില്ലയിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം ആര് വിജയിക്കും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരു മണ്ഡലമായി ഏറ്റുമാനൂർ മാറിയിരിക്കുന്നു.